സിനിമാ ജീവിതം ഇപ്പോൾ പറഞ്ഞല്ലോ 35 വർഷം. ഞാനത് കേട്ടപ്പോൾ ഒന്ന് പേടിച്ച്, കാരണം 35 വർഷം കടന്നുപോയി. വിദ്യാരംഭത്തിൽ തുടങ്ങി ഈ ശാന്തമി രാത്രിയിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ GCCയിലുള്ള പ്രസ് മീറ്റാണ്. ഇൻ ദ സെൻസ് റിലീസിങ് സമയത്ത്. ബാക്കി എല്ലാ സിനിമയും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ശാന്തമി രാത്രിയുടെ റിലീസിന് ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. കാരണം സിനിമ ഇപ്പം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് മലയാള സിനിമകൾ ലോകത്ത് മുഴുവൻ ഒരേപോലെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു കാലമായി എന്നുള്ളൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. കാരണം മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ ലോകം മുഴുവൻ സ്പ്രെഡഡായി. ലോകം മുഴുവൻ സ്പ്രെഡഡായിട്ടുള്ള മലയാളി സമൂഹം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നു. അതൊരു വലിയ ഐ ഓപ്പണറാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ ഏറ്റവും നല്ലത്. കാരണം ഒരു പ്രൊമോഷൻ ഇവിടുന്ന് തുടങ്ങിയാൽ അതെല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്താൽ ഇവിടുന്ന് കിട്ടുന്ന അഭിപ്രായം, അതേപോലെ തന്നെ എല്ലാ പ്രവാസികളുടെ എനിക്ക് തോന്നുന്നു അഭിപ്രായത്തിന് ഒരുപാട് വാല്യൂ ഉള്ള സമയമാണ്. അതുകൊണ്ടിവിടെ ഈ സിനിമ റിലീസിന് കൂടെ ഉണ്ടാവണം. ഞാൻ നാളെ സിനിമ കാണാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഈ രണ്ടുപേരും ഈ ഒരു സിനിമ കൊണ്ട് തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച 2 ആക്ടേഴ്സാണ്. അതിനകത്ത് വേറൊരു എനിക്കൊരു സെൽഫിഷ്നെസ് ഉള്ളത്, എൻ്റെ 2 അസോസിയേറ്റ്സ്, ഒന്ന് ബ്ലസ്സിയും ഒന്ന് ജിത്തു ജോസഫും, ഇവർ രണ്ടാണ് ഇവരെ രണ്ടുപേരെ ഇൻവെൻറ്റ് ചെയ്തതെന്ന് പറയാം. അപ്പം ഈ 2 പേരെ ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ശിഷ്യന്മാർ തന്ന ഒരു വലിയ ഗിഫ്റ്റായിട്ട് കാണുന്നു. ശാന്തമി രാത്രിയിൽ ആ പേര് പോലെ തന്നെ ഒരിക്കലും യാദൃശ്യമായിട്ടാണ് ശാന്തമി രാത്രി ഉള്ള പാട്ട്, നമ്മുടെ തന്നെ ജോണി വാക്കറിലെ പാട്ട് ഇപ്പം ലാലേട്ടൻ്റെ പടത്തിൽ ഭയങ്കര ഹിറ്റായി, ഇപ്പം ഈ സിനിമയോടൊപ്പം സെൻസേഷനായി മാറി വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കൂടെ കിട്ടുന്നു. അത് യാദൃശ്യമാണ്. ഞങ്ങൾ 1.5 വർഷം മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങി ശാന്തമി രാത്രി എന്ന് പേരിട്ട സിനിമയാണ്. ഇതിന് ആ പേരിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു ക്രിസ്മസ് രാത്രിയിൽ നടക്കുന്ന ഒരു ക്ലൈമാക്സും, അതുപോലെ തന്നെ ഈ 18 വയസ്സുള്ള പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 2 കുട്ടികൾ 1970 കാലഘട്ടത്തിൽ അവർ പ്രണയിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രണയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തമാണ് ആ രാത്രിയിൽ, ആ ക്രിസ്മസ് രാത്രിയിൽ. മൂന്നാറിലെ ഒരു തൂക്കുപാലത്തിൻ്റെ സമീപത്തുള്ള ഒരു പ്രണയ കഥയാണ്. ആ കഥയെ പക്ഷേ നമ്മൾ ബന്ധിപ്പിക്കുന്നത് പുതിയ 2024 ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള പുതിയ സ്റ്റഡി എബ്രോഡ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ പുതിയ തരം ഡേറ്റിങ്ങും ലിവിങ് ടുഗദറും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഇതിനകത്ത് കണക്റ്റഡായിട്ട് വരുന്നു. അപ്പോൾ 2 കാലഘട്ടം, 2024 1970. അതോടൊപ്പം തന്നെ 2 ബ്രിഡ്ജസ്, ലണ്ടൻ ബ്രിഡ്ജും മൂന്നാറിലെ തൂക്കുപാലവും, ഇത് രണ്ടും കണക്ട് ചെയ്യപ്പെടുക, പ്രണയത്തിലൂടെ കണക്ട് ചെയ്യപ്പെടുകയാണ്. 2 കാലഘട്ടം, 2 തരം മ്യൂസിക്. അതായത് 1970കളിലൊക്കെ ഉള്ള പാട്ടുകളെന്ന് പറയുമ്പോൾ മെലോഡിയസ് ആയിട്ടുള്ള, അപ്പോൾ ഞാനും അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള കത്ത് കൊടുത്തുള്ള പ്രണയം, അല്ലെങ്കിൽ മരപ്പൊത്തിൽ കത്ത് വെച്ച് അവിടുന്ന് എടുക്കുന്ന പോലെ പാലത്തിൻ്റെ കൈവരിയിൽ കത്ത് വെക്കുന്നത്, പറയുന്ന തരത്തിലുള്ള, അല്ല കണ്ണുകൾ കൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രണയകാലം അന്നുണ്ടായിരുന്നു 70കളിൽ. അതോടൊപ്പം തന്നെ പാട്ടുകളും അന്ന് വളരെ ഡിഫറൻ്റായിരുന്നു. ഇന്ന് കുറേ ഫാസ്റ്റായി ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ പ്രണയത്തിനോടുള്ള അപ്രോച്ചും കുട്ടികളുടെ ഇടയിലും നല്ല മാറ്റം വന്നു. അത് തെറ്റോ ശരി എന്നുള്ളതിനേക്കാൾ കൂടുതൽ 2 രീതിയാണ്. പാട്ടുകളോടുള്ള സമീപനവും അതൊക്കെ ഈ സിനിമയിൽ ജാസി ഗിഫ്റ്റിൻ്റെ ഒരു സാമീപ്യത്തോടു കൂടി, അല്ലെങ്കിൽ സംഗീത സംവിധാനത്തിൽ അത് 2 വലിയ ചലഞ്ചിങ് ഫാക്ടേഴ്സായി വരുന്നുണ്ട്. കാരണം പുതിയ കാലത്തിൻ്റെ സംഗീതവും പഴയ കാലത്തിൻ്റെ സംഗീതവും ജാസി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ലജ്ജാവതിയിലൂടെ സെൻസേഷണൽ ഹിറ്റ് ഉണ്ടാക്കിയ ഒരു ജാസിക്ക് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പം ഇവർ 2 പേരും ഈ സിനിമയുടെ പ്രധാന 2 കഥാപാത്രങ്ങളാണ് ശരിക്കുന്നത്. അപ്പോൾ ഇവരെ തിരഞ്ഞെടുത്തത് തന്നെ, അത് കൂടുതൽ നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് മറുപടിയായിട്ട് പറയാം. അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. ഏതായാലും ഈ ഒരു മുഹൂർത്തം രാജ് പിക്ചേഴ്സ് ഇവിടെ, എനിക്ക് തോന്നുന്നു ഇവിടെ മൊണോപ്പൊളി ആയിരുന്ന ഒരു ഇൻഡസ്ട്രിയെ, ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയെ പുതിയ കൈകളിലേക്കൂടെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്യുന്നവർക്കും കുറേ കൂടെ
ഒരു എന്താണ് ഓപ്പണിംഗ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടല്ല ഇത്രയും 10-25 സെൻറ്റേഴ്സിൽ നമ്മുടെ പടവും റിലീസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. രാജൻ്റെ ഇനിഷ്യേറ്റീവ് വലിയൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ കണ്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഒരുപാട് മലയാളികളുള്ള ഒരുപാട് സൊസൈറ്റികൾ ഇവിടെയുണ്ട്. ആ സൊസൈറ്റിയൊക്കെ ഈ സിനിമ കാണാൻ വരണം. ഇതൊരു അഭ്യർത്ഥനയും കൂടിയാണ്. ഞങ്ങളുടെ ഒരു അഹങ്കാരമുള്ള ഒരു പത്രസമ്മേളനമൊന്നുമല്ല. ഞങ്ങൾ ഈ സിനിമ ഒരു വിജയമാക്കിയാൽ ഞങ്ങൾക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. അതാണ് പ്രധാന ഉദ്ദേശം. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അതോടൊപ്പം ഇവർക്ക് പറയാനുള്ളൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം അല്ലേ? അതോ ചോദ്യങ്ങളിലേക്കാണോ? ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം അതല്ലേ അല്ലേ? അതെ. ജയരാജന്റെ പടങ്ങൾ മിക്കപ്പോഴും നമ്മൾ പറയാറുള്ളത്, നമ്മുടെ സംസ്ഥയിൽ പറയാറുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഒരു ജോണർ ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. ഈ പടത്തിലും അങ്ങനെ ഒരു പ്രേക്ഷകരെ എത്തിക്കാനുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് വരുന്നത്. താങ്കൾ പരീക്ഷണം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഈ എല്ലാ സിനിമകളും ഒരു വ്യത്യസ്തമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ സിനിമകൾ എനിക്ക് ഡിഫറൻ്റായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള സിനിമകളോടും എൻ്റെ സിനിമകൾ വ്യത്യസ്തമാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യേണ്ടി വന്നത്. എല്ലാവരും പോകുന്ന ഒരു സേഫ് ട്രാക്കിലേക്ക് പോയാൽ നമുക്ക് എന്താണ് സിനിമയിൽ നമുക്ക് ഷുവർ ബെറ്റുള്ള ചില ആക്ടേഴ്സിനെ, സൂപ്പർ സ്റ്റാർസിനെ കാസ്റ്റ് ചെയ്ത് അവർക്ക് അനുയോജ്യമായ കഥകൾ വെച്ച് പോകാൻ സുഖമാണ്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാനെപ്പോഴും ആഗ്രഹിച്ച എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യാനാണ്. അങ്ങനെ ഉള്ള പരീക്ഷണങ്ങൾ ഒരുപാട് ഫ്ലോപ്സും ഉണ്ടായിട്ടുണ്ട്, ഹിറ്റും ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരു പരീക്ഷണ പ്രണയകഥയാണ്. അതിൽ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പതിവ് പോലെ തന്നെ എൻ്റെ മറ്റ് സിനിമകൾ പോലെ തന്നെ ആഗ്രഹിക്കുന്നു ഒരു വലിയ വിജയമാവണമെന്ന്. ജീവിതത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഒരുപാട് കയറി അതിനുശേഷം വരുന്നൊരു പടമല്ലേ അത്. അപ്പോൾ 2 ലെജൻഡ്സ് ആയിട്ടുള്ള സംവിധായകരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പം ആടുജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഡെസേർട്ട് ഏരിയയിൽ മൊത്തം ജീവിതം മുഴുവൻ അവിടെ ഏകദേശം പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ ട്രെയിലർ കണ്ട സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ട് കാലവും 2 സംവിധായകരും 2 സിനിമയും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും താങ്ക്സ് ഫോർ ബീങ് ഹിയർ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആടുജീവിതത്തിലും ഇതിലും ലൊക്കേഷൻസ് 2 ലൊക്കേഷൻസാണ്. പക്ഷെ നമുക്കത് പറയാമല്ലോ അല്ലേ? എന്ത് പറയാം. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സിനും, ഹക്കീമിനും ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ചന്ദ്രൻ എന്നുള്ള ക്യാരക്ടറിനും, ഇവർക്ക് 2 പേർക്കും 2 പേരുടെയും സ്വപ്നം ഷാറ്റർ ആവുന്നതാണ് ഇവരുടെ ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത്. അത് മേ ബി അവിടെ മരുഭൂമിയുടെ ചൂടാണെങ്കിൽ ഇവിടെ മൂന്നാറിലെ ഒരു തണുപ്പാണുള്ളത്. അപ്പോൾ അവിടെ മരുഭൂമിയിൽ അവന് ചൂടത്തൊരു തണുപ്പായിരുന്നു വേണ്ടതെങ്കിൽ ഇവിടെ തൻ്റെ പ്രിയതമയുടെ ഒരു വാംത്തായിരുന്നു അവന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ചന്ദ്രനും ഹക്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലസ്സി സാറിൻ്റെ ഗുരുവാണ് സാറ്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമയാണ്, 2ാമത്തെ സെറ്റിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ കണ്ട ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്, ബ്ലസ്സി സാറിൻ്റെ അടുത്ത് നിന്ന് കണ്ട ഫിലിം മേക്കിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ജയരാജ് സാറിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു വീക്ഷണകോണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയും സിനിമ എടുക്കാം, ഇങ്ങനെയും നല്ലൊരു ആർട്ട് ഫോം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു സിനിമയിൽ കൂടിയും പഠിക്കാൻ പറ്റി. സാറിൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് എങ്ങനെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താങ്കളറിയാതെ എങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കുറേ കാര്യങ്ങളുണ്ട് സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് കാണാനും കണ്ടു പഠിക്കാനും ഒക്കെ പറ്റി. ഒരു ലേണിംഗ് കേർവിലാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാറിൻ്റെ ഒരു മഞ്ഞും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ദൃശ്യം എന്നുള്ള സിനിമ അതുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ എസ്തർ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വരുന്നത് അതായിരിക്കും. അപ്പോൾ അതിനുശേഷമുള്ള ഒരു വലിയ എൻട്രിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു?
ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഗൂഗിൾ വളരെ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തു ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ദൃശ്യം ഒബ്വിയസ്ലി എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ എത്ര സിനിമകൾ ചെയ്താലും ദൃശ്യം തന്നെയായിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പോൾ പലപ്പോഴും അതിന് ഔട്ട്ഗ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് മനസ്സിലൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് നടക്കില്ല. കാരണം ആളുകൾക്ക് അത്രയും മനസ്സിൽ നിൽക്കുന്നൊരു സിനിമയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം കഥ കേട്ടു, ഇങ്ങനെ ഒരു ജോണറാണ്. അതെ, ഞാൻ ഇപ്പോൾ ലണ്ടനിലാണ്. ഞാനിപ്പോൾ മൂവി ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഞാൻ സിനിമ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യണ്ട, സിനിമ നിർത്താമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു മൂവി ഞാനൊരു 1 മന്തിലാണ് എനിക്ക് സ്ക്രിപ്റ്റ് വരുന്നത്. എൻ്റെ അനിയനും ചേട്ടനും ജയരാജ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിലാണ് എൻ്റെ പോർഷൻസ് ഒക്കെ ഫിനിഷ് ചെയ്യുന്നത്. സോ ഐ ഗോട്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ആസ് വെൽ. ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി, അതും അതിൻ്റെ സെക്കൻഡ് ഹാഫ് UK-യിലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 1970s കാലത്തെ കത്രീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ജേർണി ആയിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ജീത്തു അങ്കിളിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പല സിമിലാരിറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എത്ര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന. ജീത്തു അങ്കിൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ. ഐ അണ്ടർസ്റ്റുഡ് വേർ ഇറ്റ് കംസ് ഫ്രോം. അപ്പോൾ പിന്നെ നല്ലൊരു സെറ്റും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുട്ടിക്കാനത്ത് ഒരു 1 വീക്കോളം ഈ മൂവിയിലൂടെ ട്രാവൽ ചെയ്തു. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ നൽകിയ വ്യക്തിയാണ്. മലയാളത്തിൻ്റെ കേരളത്തിലെ സംസ്കാരവും പാരമ്പര്യവും തന്നെയും ഒക്കെ തന്നെ സിനിമകളുടെ പൈതൃകങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കഥയായിക്കോട്ടെ ഒരുപാട് ആസ്തറിഞ്ഞ സിനിമ വീരമര ഉൾപ്പെടെ മനസ്സിലാക്കി. പക്ഷേ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ പെട്ടെന്ന് ഫാസ്റ്റായി മാറുന്നു. പക്ഷേ ഈ നാടൻ മാറി വേടനായി മാറുന്നു, പിന്നീട് ലഹരിയായി മാറുന്നു, സംവിധായകൻ അറസ്റ്റിലാവുന്നു. മലയാള സിനിമയ്ക്ക് എന്ത് പറ്റി? എവിടെയാണ് തിരുത്ത വേണ്ടത്? അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ടോപ്പിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ വന്നിരിക്കുന്നത് ഈ സിനിമയുടെ പ്രൊമോഷൻ ആയതുകൊണ്ട് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്ന മറ്റൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്ക് നമ്മളുടെ ശാന്തസുന്ദരമായ ശാന്തമീ രാത്രിയിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നീട് ഞാൻ പറയാം. എപ്പോൾ ഞാൻ റെഡിയാണ്. ഇവിടെ 2-3 ദിവസമുണ്ട്. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതിൻ്റെ ഇടയിൽ അത് ചിലപ്പം എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ എന്ത് നമ്മൾ പറഞ്ഞാലും ആർക്കെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ എൻ്റെ ജോലി ഞാൻ സിനിമ ചെയ്യുകയാണ്. അപ്പോൾ ആ സിനിമ മറ്റുള്ളവർ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ അത് മറ്റു പല കാരണങ്ങളാലും ബാധിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ഫോർ ദി പീപ്പിൾ കഴിഞ്ഞ് റെയിൻ കമ്മയ്ക്കാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അശ്വാരൂഢൻ, അതിലാണ് അഴകാലിലെ മഞ്ഞത്തേടിൽ എന്നുള്ള പാട്ടൊക്കെ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 കാലം ആണല്ലോ. അപ്പം മോസ്റ്റ് മോഡേൺ എന്നുള്ളത് എൻ്റെ മനസ്സിലെപ്പോഴും ജാസിയാണ്. കാരണം ഈ പബ് ക്രോളിംഗ് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു രീതിയുണ്ട് ഈ എൻജോയ്മെൻറ്റിന്. കാരണം ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിൽ പോയി അങ്ങനെ പോയി നേരം വെളുക്കുന്നവരിങ്ങനെ അവർ എൻജോയ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഓരോ പബ്ബിലേക്ക് പോകുമ്പോഴും താളം മാറും, അതിൻ്റെ ട്യൂൺ മാറും, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കും. അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയി ഒരു പ്രഭാതത്തിലേക്ക് പോകുന്ന ഇവരുടെ ഒരു എക്സ്റ്റസി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഒരു മ്യൂസിക് ഒരു പാട്ടിലൂടെ ജാസിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ അഴകാലില മഞ്ഞച്ചരട് എന്നുള്ള പാട്ട് ജാസ് പാടുമ്പോഴും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ആ പാട്ട്. ലജ്ജാവതി പോലെ തന്നെ. കാരണം ഈ മെലഡിയാണ് ഇതിൽ 70s ഒരു മെലഡി ആണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ജാസിക്ക് അത് പറ്റുമെന്ന് ജാസ് പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇപ്പോൾ തന്നെ ആ പാട്ട് ഹിറ്റായിട്ടുണ്ട്. മാർഗഴിയും തുടങ്ങുന്ന കൈതപ്പുറ എഴുതി ജാസി ട്യൂൺ ചെയ്ത പാട്ട്. അപ്പം മെലഡീസായി ഇത്രയും മ്യൂസിക്കും മോഡേൺ മ്യൂസിക്കും അതോടൊപ്പം തന്നെ അപ്പുറത്ത് മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളും ഒരു കമ്പാരിസൺ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു ചലഞ്ച് പോലെ വരും. അപ്പം അതിന് എനിക്ക് ആപ്റ്റ് ജാസ് ചെയ്യാൻ തോന്നി. അങ്ങനെ ജാസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നേരത്തെ സൂപ്പർ താരങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈം
ഇപ്പോൾ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ വരും എന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെ അധികം വലിയ സൂപ്പർ താരങ്ങളില്ലാതെ സിനിമ എടുക്കാൻ കാരണം. അല്ല, ഞാൻ എൻ്റെ സൂപ്പർ ഹിറ്റുകൾ മുഴുവൻ സൂപ്പർ താരങ്ങളില്ലാത്ത പടങ്ങളാണ്. ഫോർ ദ പീപ്പിൾ, ദേശാടനം തുടങ്ങിയിട്ടുള്ള സിനിമകൾ അങ്ങനെ ഒരു സൂപ്പർ താരമില്ല. പുതിയ ആൾക്കാർ അക്കാഡമിക്കൽ ഇതിൽ നോക്കിയാണെങ്കിലും ഇപ്പം ഒറ്റാൽ, കരുണം വാവച്ചനാണ് ഹീറോ. എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയ സിനിമയാണ് ഒറ്റാൽ. ഒരു മീൻപിടുത്തക്കാരനാണ് വാസവൻ ചേട്ടൻ, പുള്ളിയാണ് ഹീറോ. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നിർബന്ധമില്ല. പക്ഷേ ഇപ്പം സൂപ്പർ താരങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുതുമുഖ നടന്മാരാണെങ്കിലും നമ്മൾ പ്രൊമോഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേണ്ടി വരുന്നു. കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു. പണ്ട് മലയാളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ 200-250 സിനിമയോളം ഒരു വർഷം ഇറങ്ങുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഷയായിട്ട് മലയാളം മാറി. അത് ആരോഗ്യകരമാണ്. അതോടൊപ്പം തന്നെ കോമ്പറ്റീഷനുമായി യങ്സ്റ്റേഴ്സൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ട് അവരും അപ്രോച്ച് ചെയ്യുന്നു. ഡിഫറെൻറ്റ് നറേഷൻ. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള പുതുമകൾ നടക്കുന്നു. പുതുമുഖ സംവിധായകരും വരുന്നു. അങ്ങനെ കോമ്പറ്റീഷനുള്ളപ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വൈഡ് റിലീസ്, ലോകം മുഴുവൻ റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത്രയും സ്പ്രെഡഡ് ആകുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ അത്രയും ഉണ്ട്. അതുകൊണ്ട് ഞാനെന്നും ഒരുപോലെ കണ്ടിട്ടുള്ളൂ. ഇപ്പം സൂപ്പർ താരമുള്ള സിനിമയാണെങ്കിലും പുതുമുഖങ്ങളാണെങ്കിലും നമ്മൾ മാർക്കറ്റിംഗ് ജനങ്ങളിലേക്ക് അവരെ കാണിക്കാൻ. ഇപ്പോൾ ദേശാടനത്തെ നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്തിരുന്നു. അതായത് ഒരുപക്ഷെ അന്നത്തെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഈ ചിത്രത്തിൽ ഞാനില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് ഒരു സൂപ്പർ താരം ഒരു സിനിമയെക്കുറിച്ച് പറയുകയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണ്ടി വരുന്നു ഇപ്പം കൂടുതൽ. അത് 96-ലാണ്. ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടി വേണം. കാരണം എല്ലാ സിനിമയും വരുന്നത് ന്യൂ സ്ട്രാറ്റജി ആയിട്ടാണ്. എന്തോ നാച്ചുറലി. കാരണം ഇപ്പം പക്ഷേ 2-3 കാര്യമുണ്ട്. ഒന്ന്, തിയേറ്റർ വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു സിനിമ ഒരു തിയേറ്ററിൽ മാത്രം കളിക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ മൾട്ടിപ്ലക്സ് വന്നപ്പോൾ ഒരു മൾട്ടിപ്ലക്സിൽ 10ഓളം സ്ക്രീനുകളുണ്ടാവും. 10 സ്ക്രീനിലും 10 സിനിമ കളിക്കുന്നുണ്ട്. 10 ഷോയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പോസിബിലിറ്റിയും കൂടിയിട്ടുണ്ട്. ഒരു കോംപ്ലക്സിൽ പോയാൽ നമുക്ക് ഏത് വേണേൽ ചൂസ് ചെയ്യാം. അങ്ങനെയുള്ള ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മുഴുവൻ നമ്മുടെ റവന്യൂവും തിരിച്ചു വരികയാണ്. സക്സസ് ആണെങ്കിൽ ഭയങ്കര ഗുണമാണത്. 21 വർഷം പറഞ്ഞ ജോൾവ സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ യൂട്യൂബ് ട്രെൻഡായിരിക്കുന്നത്. 21 അല്ല, 30 വർഷമായി. 30 വർഷം പറഞ്ഞ ഗാനമാണ് വീണ്ടും ഇപ്പോൾ മലയാളികൾ ഏറ്റുപാടി ചോദിക്കുന്നത്. അപ്പം അന്ന് 30 വർഷം മുമ്പ് മമ്മൂട്ടി കളിച്ച ഡാൻസ് ആണോ ഇന്ന് മോഹൻലാൽ കളിച്ച ഡാൻസ് ആണോ? എങ്ങനെയെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അടങ്ങും. അത് എൻ്റെ ഹെഡിങ് എന്തായാലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൻസർ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഫാൻസ് എന്നെ ചീത്ത പറയും, മറ്റൊരു സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. അത് കാരണം മമ്മൂക്ക അന്ന് ഡാൻസ് ചെയ്യുമ്പോൾ 91 ഡാൻസ് ചെയ്യുമ്പോൾ തിയേറ്റർ മുഴുവൻ കൈയടിക്കുകയാണ്. ഈ 2024 അതേ സ്റ്റെപ്പ് മോഹൻലാൽ ചെയ്യുമ്പോൾ തിയേറ്റർ മുഴുവൻ കൈയടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന് കാണുന്ന എൻ്റെ ഒരു മനസ്സായിരുന്നു ഞാൻ അന്ന്. വളരെ എനിക്ക് എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ അനുഭവം എല്ലാ സംവിധായകരും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാൻ ആദ്യ ദിവസം തന്നെ സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൻ്റെ അകത്തൊരു സ്ട്രേഞ്ചറെ പോലെ ഞാനിരിക്കുന്നത്. അപ്പം നമ്മൾ കമ്പോസ് ചെയ്ത, നമ്മൾ ഷൂട്ട് ചെയ്ത, റിലീസ് ചെയ്തൊരു പാട്ട് വേറൊരു സിനിമയിൽ വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് അനുഭവമായിരുന്നു. കോൺട്രവേഴ്സീസിനെ വല്ലാണ്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില കോൺട്രവേഴ്സികൾ നല്ല സിനിമയ്ക്ക് ഗുണമായി, സിനിമയ്ക്ക് ഗുണമാണ്. ഓക്കെയാണ്. മോഹൻലാലിനെ ഒരു ചലഞ്ചിങ് കഥാപാത്രം നൽകണം എന്നുള്ളൊരു സ്വപ്നങ്ങളുണ്ട്. അതെ തീർച്ചയായിട്ടും. അടുത്ത വർഷം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല, തിരക്കുകളൊക്കെ അവർക്കുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2026 ഒരേ കാലത്ത് പല ജോണുള്ള സിനിമകൾ എടുത്ത് അതിശയിപ്പിച്ചിട്ടുള്ള സംവിധായകനാണ് ജയരാജ് സാർ. അപ്പോൾ ഹൈവേ എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് അധികം താമസമില്ലാത്ത കാലത്താണ് ദേശാടനം വരുന്നത്.
അതുപോലെ മിലേനിയം സ്റ്റാർസ് ഒക്കെ അന്നത്തെ കാലത്ത് ആ പാട്ടുകൾ ഇപ്പോഴും അതേ സമയത്താണ് കരുണം വന്നത്. അത് ഒരു 2000-ലാണ് മില്ലേനിയം സ്റ്റാർസ്. ആ ഒരു പേസ് ഇപ്പം നിലനിർത്താൻ പറ്റുന്നില്ല തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഈസിയായിട്ട് പറ്റും. കാരണം എൻ്റെ മനസ്സിൽ ഈ രണ്ട് സിനിമകൾ, രണ്ട് തരം, അല്ലെങ്കിൽ നമ്മൾ ആസ്വാദന രീതി എന്ന് ഞാൻ പറയുന്നത്, രണ്ട് തരം എന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമകളെന്ന് പറയുന്ന സിനിമകൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ പോകും. കാരണം നമുക്ക് അങ്ങനെ പോയാലുള്ള ഒരു എന്താണ് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ, വൈബ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ. ഇപ്പോൾ രജനീകാന്തിൻ്റെ സിനിമകളിൽ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകും. എനിക്കത് തിയേറ്ററിൻ്റെ ഒരു രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ച് ഉണ്ടോ എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യും. മറ്റേതൊരു ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ, ഇപ്പോൾ ഗോവയിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ പനോരമയെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കാണുന്ന, ലോകത്തുനിന്ന് വന്നിട്ടുള്ള മറ്റു പല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ കാണുന്ന വേറൊരു കൈൻഡ് ഓഫ് ഫീലാണ്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഫീലാണ് നമ്മുടെ മനസ്സിൽ കിട്ടുന്നത്. അത് ഇപ്പോഴും ഉണ്ട്, അത് അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്ത സിനിമകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയ, എൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം അനുസരിച്ച് ചെയ്യാൻ പറ്റിയ സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അൾട്ടിമേറ്റായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അതായത് നമ്മളെ ഇൻസ്പയർ ചെയ്യുമ്പോൾ, ഫിലിം ഡയറക്ടർ ആവാൻ വേണ്ടി ഇൻസ്പയർ ചെയ്ത മാസ്റ്റേഴ്സിൻ്റെ സിനിമകളുണ്ട്. അവരുടെ സിനിമകളോട് കിടപിടിക്കുന്ന ഒരു സിനിമ പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ ഡ്രൈവും. പെരിങ്കളിയാട്ടം തീർന്നു. അതിൻ്റെ VFX അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായി. ജൂലൈയിൽ ഇറങ്ങും. അത് നമ്മൾ കുറസോവയുടെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡയറക്ടർ കുറസോവയുടെ 7 സാമുറായി എന്നൊരു സിനിമയുണ്ടായിരുന്നു. അത് 75-ാം വർഷമാണ് 7 സാമുറായുടെ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 75-ാം വർഷത്തെ അദ്ദേഹത്തിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത്. മറ്റൊന്നിപ്പോൾ ഈ സിനിമകൾ മുഴുവൻ റീമാസ്റ്ററൊക്കെ ചെയ്ത് പുതിയ ഫോർമാറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഫോർ ദ പീപ്പിൾ ആണെങ്കിലും ഹൈവേ ആണെങ്കിലും ഈവൻ കളിയാട്ടോ ദേശാടനം ഒക്കെ ആണെങ്കിലും ആ രീതിയിൽ വന്നാൽ ഇപ്പോഴും പ്രേക്ഷകർ അത് അങ്ങനെ ചില ചിന്തകളുണ്ട്. ഫോർ ദി പീപ്പിൾ പലരും ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളതിനു വേണ്ടി ചെയ്താലോ അങ്ങനെയുള്ളൊരു തോന്നലുണ്ട്. ജോണി വാക്കറുണ്ട്, പിന്നെ ഹൈവേയും ചോദിക്കുന്നുണ്ട്. ദേശാടനം പൈതൃകം കുറേ പേര് ചോദിച്ചു. അപ്പോൾ പൈതൃകം പൈതൃകം ഇന്നിറങ്ങുമ്പോഴും കുറേ കൂടെ കോൺട്രവേഴ്സി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലം മാറുന്നു. ദേശാടനം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്തായാലും റീമാസ്റ്റർ ചെയ്യണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് അതിനല്ലേ ഫസ്റ്റ് ചൂടാക്കണം. ചോദിക്കില്ല എന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഫോർ ദ പീപ്പിളിലെ സാറിന്റെ പ്രമേയമൊക്കെ ഇന്നത്തെ ഈ പുതിയ കാലത്തിന്റെ ഈ എന്താ പറയാ ലഹരി അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുള്ളതാണ് ശരിക്കും. അല്ല, ലഹരി ജോണി വാക്കർ നമ്മൾ ലഹരിക്കെതിരെയുള്ള സിനിമയാണ് അല്ല, ക്യാമ്പസിലുള്ള ലഹരിക്കെതിരെ ഫൈറ്റ് ചെയ്ത ആളെ ജോണി വാക്കർ. അന്ന് ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കൊടുത്ത് അവിടെ ഡ്രഗ് ഇഷ്യൂ ഉണ്ടാക്കുന്ന, ക്യാമ്പസിൽ ഡ്രഗ് സ്പ്രെഡ് ചെയ്യുന്ന ആളെ കൊന്ന ആളാണ് ജോണി വാക്കർ. അപ്പോൾ ആദ്യത്തെ മൂവ് അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഫോർ ദി പീപ്പിൾ നമ്മൾ സമൂഹത്തിലെ അനീതികൾക്കെല്ലാം എതിരെ പോരാടുന്ന യങ്സ്റ്റേഴ്സിനെ കുറിച്ച് അല്ലേ, അത് എല്ലാ കാലത്തും റിലവൻ്റാണ്. ഇപ്പോഴും അതേ കഥ പറയാം, അനീതികൾക്കെതിരെ ഫൈറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എല്ലാ മീഡിയയിലും നമ്മൾ കോൺട്രവേഴ്സി അല്ല ഈ പറഞ്ഞ പോലെ ചോദ്യമായി മാറുന്ന ഇഷ്യൂസ് എപ്പോഴും യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് അതിനോടുള്ള റിയാക്ഷൻ ഉണ്ടാവേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫോർ ദ പീപ്പിളിനെ പറ്റി ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഒരു റിയാക്ടിങ് യൂത്ത് അതെവിടെയോ നഷ്ടപ്പെട്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഇപ്പോൾ അരിക്ക് 2 രൂപ വില കൂടിയ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന കോളേജിലെ കുട്ടികളാണ്. എന്ത് ചുറ്റുപാടുമുള്ള എല്ലാ ഇഷ്യൂസിനും എതിരെ സ്ട്രൈക്ക് ചെയ്യുന്ന കുട്ടികളാണ്. ആ റിയാക്ടിങ് യൂത്ത്
അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഫോർ ദ പീപ്പിളിൽ പറഞ്ഞത്. അത് അവരുടെ ഭാഗത്തുനിന്ന് ഈ സമൂഹത്ത് നടക്കുന്ന ഇപ്പോഴത്തെ എല്ലാ അനീതികൾക്കെതിരെയും ഒരു മൂവ് ഉണ്ടാവണം. ആ എനർജി ഭയങ്കര എനർജിയാണ്. അന്ന് ഞാൻ കോട്ടയത്തൊക്കെ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, കോളേജ് ഒന്ന് തുറന്നോട്ടെ, വിദ്യാർത്ഥി പട വന്നോട്ടെ, ഓരോന്നിനും ചോദ്യം ചോദിക്കാൻ അവരുണ്ടെന്ന് പറയുന്നൊരു മുദ്രാവാക്യം 70s കേട്ടോ. അത് കോളേജ് ഒന്ന് തുറന്നോട്ടെ എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത് യങ്സ്റ്റേഴ്സിൽ നിന്നാണ്. അവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടായിട്ടുള്ളതെന്നും ഇന്ന് നമ്മൾ കാണുന്ന ഭരണ തലപ്പത്തിരിക്കുന്ന എല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ് അല്ലേ. അപ്പോൾ അന്ന് ഒരു സ്ട്രോങ് റിയാക്റ്റിംഗ് യൂത്ത് ഉണ്ടായിരുന്നു. അതിനി ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ലെജൻഡല്ല, ഞാൻ ജസ്റ്റ് ഫിലിം മേക്കർ. എൻ്റെ സിനിമകളോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്തു. അതിൽ ഏറ്റവും വലിയ റിയാക്ഷനാണ് ഫോർ ദ പീപ്പിൾ അല്ലേ. ആ ദേശാടനത്തിലും റിയാക്ഷൻ എല്ലാം നമ്മുടെ സമൂഹം. എനിക്ക് കാർലോയ് വാരി ഫിലിം ഫെസ്റ്റിവലിൽ സമൂഹത്തിലുള്ള നടക്കുന്ന ഇത് പ്രത്യേകതരം അനീതികൾക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് അതിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ 2 ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഓരോ കാലത്തും. ലൗഡ് സ്പീക്കറിലും അതിനകത്ത് മൈക്കെന്നുള്ള കഥാപാത്രം ചെയ്യുന്ന ഓരോ റിയാക്ഷൻസ് എല്ലാം ഇതേപോലുള്ള മൊമെൻറ്റ്സാണ്. നമ്മളെ ഒരു ഫിലിം മേക്കർക്ക് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആ മാധ്യമത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് പ്രണയം. 2 കാലത്തും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ആ പ്രണയം എന്ന് പറയുന്നൊരു വാല്യൂ അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എനർജി, അത് വീണ്ടും റീജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ 2 കാലത്തുള്ള പ്രണയ സങ്കല്പങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് ഒരു കോൺട്രിബ്യൂഷനാണ് ശരിക്കും. സിനിമ കണ്ടിറങ്ങിയിട്ടും പിന്നീടും സെൻസർ ചെയ്യപ്പെടുന്ന പുതിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് ശരിയാണോ? വീണ്ടും അടുത്ത ടോപ്പിക്കായി അല്ല, ഞാൻ ഈ പറഞ്ഞ സാങ്കേതികമായ കാര്യങ്ങൾ നമ്മൾ പറയാം. ഞാനെപ്പോഴും പത്രസമ്മേളനങ്ങളിൽ സംസാരിക്കാറുണ്ട് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഇത് നമ്മളൊരു വളരെ ക്രിട്ടിക്കലാണ്. നമ്മുടെ ഈ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയെ ഒരു തരത്തിലും നമ്മളുടെ വാക്കുകൾ അറിയാതെ പോലും ബോണ്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ എൻ്റെ ഒന്നും മറച്ചു വെക്കാൻ വേണ്ടിയല്ല. ഇതിൽ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പിന്നെ ടിനി ടോം, കൈലാസ് തുടങ്ങിയിട്ടുള്ള, പിന്നെ എൻ്റെ ഭാര്യ സബിത അതിനകത്തൊരു നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു വളരെ സിനിമ ഇറങ്ങി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ഒരുപക്ഷെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഏലിയാമ്മ ചേട്ടത്തിൽ നിന്നൊരു 70s ഉള്ള ഒരു ടെറിഫയിങ് ഒരു ഏലിയാമ്മ ചേട്ടത്തിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഈ പ്രണയകഥയിലെ ഒരു വില്ലത്തിയാണ്. അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കുറേ കുട്ടികൾ ഇപ്പോൾ ലണ്ടനിൽ പഠിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിദേശ പഠനം ഇപ്പോൾ ഒരു വലിയൊരു ഒരു ഹരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 50% അത് ലണ്ടനിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് എത്ര വരുന്നതിന് മുൻപ് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു ഞാൻ. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ വേണ്ട ആ പർട്ടിക്കുലർ സമയത്ത് ഷൂട്ട് ചെയ്യേണ്ട കുട്ടികളെ മുഴുവൻ അവിടെ പരസ്യം കൊടുത്തിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, അവിടെ പരസ്യം കൊടുത്തപ്പോൾ കേരളത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ 2000-ഓളം ആപ്ലിക്കേഷൻ കിട്ടി. അവിടെ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് കുറേ പേരെ വിളിച്ചു. എന്നിട്ട് പോലും അത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവരിൽ ഈ പഠിക്കാൻ പോയി അവിടെ സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കുറേയധികം കുട്ടികൾ പെട്ടു പോകുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ലോകമല്ല. ഇവർ സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ. പറയുന്നുണ്ട്, സിനിമ പറയുന്നത്. അത് ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അവിടെ ശരിക്കും ഉള്ളതെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അത് പറയാൻ ബാധ്യസ്ഥ. നന്നായിട്ട് പാടും. അതുപോലെ തന്നെ ഈ എനിക്ക് പാടി അഭിനയിക്കുന്ന കണ്ടപ്പം പ്രൈം മിനിസ്റ്ററിനൊക്കെ ഓർമ്മ. നസീർ സാറിൻ്റെ ആ കാലം ഉണ്ടല്ലോ, 70s പാട്ടുകൾ. ഇപ്പോൾ ഓൺ ദ ലൈനപ്പിലുള്ളത് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ജിത്തു സാറിൻ്റെ അടുത്ത വലതുവശത്തെ കളൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് ഈ മാസം തന്നെ ഷൂട്ട് തുടങ്ങാണ്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അതറിയില്ല, നോ കമൻസ്.
അവസാനിപ്പിക്കാമോ അതോ അയ്യോ അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ തമിഴിലുള്ള ഒരു മിൻമിനി എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു അവസാനം റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഞാൻ അവിടെ ലണ്ടനിലായിരിക്കുമ്പം ദൃശ്യം 3യുടെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഐ ഫീൽ ലൈക്ക് സിനിമ എപ്പോഴും ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം ഐ ഹാവ് കപ്പിൾ മോർ മന്ത്സ് ടു കംപ്ലീറ്റ് മൈ മാസ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കുറച്ച് വർഷം ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പഠിച്ച സാധനത്തിൽ. അപ്പം വിൽ സി. ദൃശ്യം 3 എന്താണ് പുതിയ എന്താ പറയാ റോള് ഉണ്ടോ? 3 ഉണ്ടാവില്ലേ? നമ്മളോട് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അനൗൺസ്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ജിത്തു അങ്കിൾ ഇസ് വെരി ബിസി വിത്ത് അതർ പ്രോജക്ട്സ്. ഒത്തിരി പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വർഷം 3 പടം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു നമ്മളുടെ അടുത്ത് ആക്ടേഴ്സിനോടുള്ള ഒരു കൺഫർമേഷനും ക്ലാരിഫിക്കേഷനും ഒക്കെ തരുള്ളൂ. പിന്നെ ടൈറ്റ് ലിപ്റ്റ് ഒന്നും അറിയില്ല. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊന്നും അറിയില്ലായിരുന്നല്ലേ? ദൃശ്യം 1 ചെയ്ത സമയത്ത് എന്തൊക്കെയോ നടക്കുന്നുള്ളൂ. ഈ പശുവിനെ കുഴിച്ചിടുന്നു. ആൻഡ് ഐ വാസ് ഇച്ചിരി ചെറുതും കൂടെ. അപ്പോൾ ഞാൻ അവിടെ അറിയാവുന്നിടത്തൊക്കെ ചോദിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ശരിക്കും അവിടെ തന്നെയാണ് പശുവിനെ കുഴിച്ചിട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് അറിയത്തുള്ളൂ. പക്ഷേ ദൃശ്യം 2 വന്നപ്പം മൊത്തം സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ്, ലൈക്ക് ആങ്കിളുടെ വീട്ടിൽ പോയി നമ്മൾ ആ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചിട്ടാണ്. അപ്പോൾ 3ക്കും സ്ക്രിപ്റ്റ്, പക്ഷെ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വായിക്കാതെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ത്രില്ലിങ്. ഇതിന്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും എല്ലാം അതെ എൻ്റെ തന്നെയാണ്. ഈ കഥ അവിടെ ഈ പറഞ്ഞ പോലെ എൻ്റെ മകൻ അവിടെ പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചേർക്കാൻ പോയപ്പോഴാണ് അങ്ങനെ കുട്ടികളുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കഥ തോന്നിയത് അങ്ങനെയാണ്. അതും ക്രിസ്മസ് സമയത്തായിരുന്നു. അതെ, അതൊരു ക്രിസ്മസ് കാലമായിരുന്നു. ക്രിസ്മസിന് ഭയങ്കര ലണ്ടനിൽ ഭയങ്കര ഭംഗിയാണ്. എല്ലാം അലങ്കാരങ്ങളൊക്കെ, ഒരു ക്രിസ്മസ് സ്ട്രീറ്റൊക്കെ ഭയങ്കര രസമാണ്. അതാ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് പറയാം. കാരണം ഇതിനകത്ത് ഈ പഴയ കാലം 1970 കാലം എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു MGRഉം ജയലളിതയും അവർ പ്രണയിക്കുന്ന കാലം, അവർ സൂപ്പർ സ്റ്റാർസായിട്ട് നിൽക്കുന്ന കാലത്ത് അടിമപ്പെണ്ണെന്നൊരു സിനിമയുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട സിനിമ കണ്ടിട്ടുണ്ട്. അടിമപ്പെണ്ണ് ഭയങ്കര വാൾപ്പയറ്റും ബ്യൂട്ടിഫുൾ സോങ്സ്. അതിൻ്റെ അകത്ത് 17-18 വയസ്സേ ഉള്ളൂ SP ബാലസുബ്രഹ്മണ്യം പാടുമ്പോൾ. MGRന് നിർബന്ധമായിരുന്നു ഈ പയ്യൻ തന്നെ പാടണം, പുള്ളിയുടെ വോയിസായിട്ട്. അന്ന് റെക്കോർഡിങ് സമയത്ത് SPക്ക് എന്തോ ഒരു കോൾഡോ പനി എന്തോ വന്നിട്ട്, അപ്പം MGR കാത്തിരുന്നു. കാരണം അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞ് നമുക്ക് ആ പാട്ട് ഷൂട്ട് ചെയ്താമെന്ന് പറഞ്ഞു പാട്ടിന്. അങ്ങനെ SPയുടെ ആ ശബ്ദത്തിലുള്ള മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങാണ് അത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ 2 ലൈൻ പാടുന്നുണ്ട്. അത് പാടി അഭിനയിക്കുന്ന ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ കമലഹാസൻ്റെ അവളൊരു തുടക്കഥ എന്ന സിനിമയുണ്ട്. അതിൻ്റെ അകത്തും ഇതുപോലെ കമൽ പാടി അഭിനയിക്കുന്ന ഒരു സീക്വൻസാണ്. അങ്ങനെ 2 ചെറിയ തമിഴ് പാട്ടിൻ്റെ 2-3 വരികൾ ഈ പടത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ കാലം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി 70s അതിൽ ഒരു പാട്ട് പാടാൻ ഏറ്റിട്ടുണ്ട്. ഇതിനാണ് ശകലം 2 ലൈൻ. അതുതന്നെ ഈ സിനിമയിൽ ഈ ഒരു പാട്ട് പാടുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട്. ആക്ച്വലി ആരും ഹായ് പോലും പറയാതെ നമ്മൾ നേരെ നമ്മൾ കാണുന്ന പാടി അഭിനയിക്കുന്നത് ആ സമയത്തായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ഓൺ വോയിസ് ആണ്, ഒരു ട്രൈ ആണ് ആക്ച്വലി. സാറ് ധൈര്യം തന്നുകൊണ്ടൊരു ട്രൈ ചെയ്തു എന്നുള്ളൂ, എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ടും ആക്ച്വലി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ആയിരം നിലവേവാ ഓരായിരം നിലവേവാ ഇതളോരം സുവൈ തേട പുതു പാടൽ നീ പാട പാട ആയിരം നിലവേവാ ഓരായിരം നിലവേവാ. താങ്ക് യു. ഇതുപോലൊരു വളരെ ടെൻഡറായിട്ടുള്ളൊരു വോയിസായിരുന്നു SPയുടെ ആ സമയത്ത് പാടുമ്പോൾ. പക്ഷെ നിങ്ങളാരും ജനിച്ചിട്ട് പോലും കാണില്ല. കാരണം ഞാനും പോരാട്ടിന് മാത്രമേ ഉള്ളൂ അല്ലേ. ആക്ച്വലി ആ സമയത്ത് നമ്മൾ ലൊക്കേഷൻ കുട്ടിക്കാനത്താണല്ലോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് വരുന്ന വഴിക്ക് മൊത്തം ഞാൻ ഈ പാട്ട് ലൂപ്പിലിട്ടിട്ട് ലിറിക്സ് പഠിക്കണമല്ലോ. അപ്പോൾ പാട്ട് ലൂപ്പിലിട്ട് കേട്ടോണ്ട് അവിടെ എത്തി. അവിടെ എത്തുമ്പോഴേക്കും ഓക്കെ പറഞ്ഞോ ആ പാടാം, ആ ഒരു മൂടായിരുന്നു.